നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വി.കെ. പ്രശാന്തിനെ എന്തു വില കൊടുത്തും ഒഴിപ്പിക്കാൻ ശ്രീലേഖ കച്ചകെട്ടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. ബി.ജെ.പിയുടെ കൗൺസിലർമാർ എല്ലാവരും കൂടി ചേർന്ന് മേയർ അടക്കമുള്ളവർ ചേർന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വി.കെ. പ്രശാന്തിന് ആ ഓഫീസ് വിട്ട് ഇറങ്ങേണ്ടി വരും. ഉടക്കി നിൽക്കുന്ന ശ്രീലേഖയെ ഒരുപക്ഷെ ഒന്ന് അന്വയിപ്പിക്കാൻ ഈ നീക്കത്തോടുകൂടി നടത്താൻ തന്നെയാണ് ബി.ജെ.പിയുടെയും തീരുമാനം. എന്തായാലും വി.കെ. പ്രശാന്തിനെ ഒഴിപ്പിക്കാൻ തന്നെയാണ് ശ്രീലേഖയുടെ തീരുമാനം. അതിന് വ്യക്തമായ കാരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീലേഖ. എന്നാൽ ഈ ഒരു ബിൽഡിംഗ് താനാണ് പണി കഴിപ്പിച്ചതെന്നും ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തതും താനാണെന്നും എന്നെ തന്നെ ഇവിടെ നിന്നും ഇറക്കി വിടുകയാണ് ശ്രീലേഖ ചെയ്യുന്നത്. മാത്രവുമല്ല, ഒരു MLA ഓഫീസിന്റെ അത്രയും പ്രവർത്തനമൊന്നും ഒരു കൗൺസിലറിന്റെ ഓഫീസിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുമല്ല, കൃത്യമായി വാടക കൊടുത്ത് തന്നെയാണ് താൻ ഇവിടെ കഴിയുന്നത്. അതുമല്ല, ഒരു കൗൺസിലർ MLA ഇറങ്ങിപ്പോകാനായി പറയുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിയമവഴിയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. ഒരു പക്ഷേ വി രാജേഷിന്റെ നിർണായക തീരുമാനം ഒരുപക്ഷെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ വി.കെ. പ്രശാന്തിന് ഇറങ്ങേണ്ടി വരും. വി.കെ. പ്രശാന്ത് MLAയോട് ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടതിൽ പ്രതികരിച്ച് ശ്രീലേഖ. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ താഴത്തെ നില മുഴുവൻ MLA കൈയടക്കി വെച്ചിരിക്കുകയാണെന്നും അവിടെ കൗൺസിലർക്ക് ഓഫീസ് ഉണ്ടെന്നാണ് കോർപ്പറേഷന്റെ വാദം. ഈ ഓഫീസ് എവിടെയെന്ന് അധികൃതർ കാണിച്ചു തരട്ടെ. തന്റെ ഓഫീസ് പ്രവർത്തിക്കാൻ സ്ഥലമില്ല. തന്റെ വാർഡിലുള്ള കെട്ടിടം ആയതുകൊണ്ടാണ് പ്രശാന്തിനോട് ഒഴിയാൻ ആവശ്യപ്പെട്ടതെന്നും ശ്രീലേഖ പ്രതികരിച്ചു. ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്ന വട്ടിയൂർക്കാവ് MLA വി.കെ. പ്രശാന്തിനോട് കൗൺസിലർ ശ്രീലേഖ കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഫോണിൽ ആവശ്യപ്പെട്ടത്. ശ്രീലേഖയുടെ വാർഡായ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ കെട്ടിടത്തിലാണ് പ്രശാന്തിന്റെ ഓഫീസ്. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിന് പ്രശാന്ത് ഒഴിയണമെന്നും ഫോണിലൂടെയാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. കൗൺസിൽ തീരുമാനപ്രകാരമാണ് പ്രശാന്തിന്റെ ഓഫീസ് വാടകയ്ക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത്. അടുത്ത മാർച്ച് വരെ ഇതിന്റെ കാലാവധി ബാക്കിയുണ്ട്. കെട്ടിടം ഒഴിപ്പിക്കാൻ ബി.ജെ.പിക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിൽ തീരുമാനിച്ചാൽ MLAക്ക് ഓഫീസ് ഒഴിയേണ്ടി വരും. കൗൺസിലർക്ക് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് വേണമെങ്കിൽ മേയർ വഴിയാണ് അനുമതി കിട്ടേണ്ടത്. കെട്ടിട സൗകര്യം ലഭ്യമാണോ എന്ന് സെക്രട്ടറി പരിശോധിച്ച നടപടിയെടുക്കും. കോർപ്പറേഷന്റെ കെട്ടിടം വാർഡിൽ ലഭ്യമല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുക്കാം. കോർപ്പറേഷൻ നിശ്ചിത തുക, അതായത് മാസം പരമാവധി 8000 രൂപ വാടക നൽകും. MLAയോട് ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടത് സംബന്ധിച്ച് ശ്രീലേഖ ഇതുവരെ പരസ്യ പ്രതികരണവും നടത്തിയിട്ടില്ല. അതേസമയം വളരെ തുച്ഛമായ വാടകയാണ് ഈ വി.കെ. പ്രശാന്ത് കോർപ്പറേഷൻ നൽകുന്നതെന്നും അതിനേക്കാൾ 2 ഇരട്ടിയോളം രൂപ വാടക കിട്ടാവുന്ന ബിൽഡിംഗ് ആണ് അതെന്നും എന്തായാലും നഗരസഭയ്ക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും ശ്രീലേഖ പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും താൻ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നും വി.കെ. പ്രശാന്ത് പ്രതികരിക്കുകയാണ്. എന്തായാലും ഓഫീസ് ഒഴിയണമെന്ന കൗൺസിലർ ശ്രീലേഖയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വി.കെ. പ്രശാന്ത് വിമർശിക്കുകയാണ്. ശ്രീലേഖ ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരിക്കില്ല എന്നും മര്യാദയില്ലാത്ത നടപടിയാണ് സ്വീകരിച്ചതെന്നും വി.കെ. പ്രശാന്ത് പറഞ്ഞു. ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇന്നലെ രാവിലെയാണ് MLAയുടെ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട കൗൺസിലറുടെ ഓഫീസിന് സൗകര്യക്കുറവുണ്ട് എന്നും ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് MLAയുടെ ഓഫീസ് കൂടി എടുക്കണമെന്നാണ് അറിയിച്ചത്. കഴിഞ്ഞ 7 വർഷമായി അവിടെ ഓഫീസ് പ്രവർത്തിക്കുകയാണ്. നേരത്തെയും ആ കെട്ടിടത്തിൽ ബി.ജെ.പി. കൗൺസിലറുടെ ഓഫീസ് പ്രവർത്തിച്ചതാണ്. ഇത് നിർദ്ദേശിക്കാനാണ് ഒരുപാട് നിയമവശങ്ങൾ ഉള്ളത്. എന്നാൽ ഇവിടത്തെ കൗൺസിലർ വിളിച്ച MLAയോട് ഒഴിയാൻ ആവശ്യപ്പെടുകയാണ്. ഇത് എവിടെയുള്ള ന്യായമാണ്? ശരിയായ രീതിയല്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലെയുള്ള മാതൃകയാണ് നടക്കുന്നത്. വാടക കൊടുത്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാം. കൗൺസിലറുടെ ഓഫീസിൽ സൗകര്യം കുറവാണ്. അതുകൊണ്ട് MLAയുടെ ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ പറയുന്നു. ഇതിനു മുൻപുള്ള കൗൺസിലറും ഇതേ ഓഫീസിൽ തന്നെയാണ് ഇരുന്നത്. ഇതേ സൗകര്യത്തോടു കൂടിയാണ് അദ്ദേഹവും പ്രവർത്തിച്ചത് എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ പ്രവർത്തിക്കാൻ തനിക്ക് കഴിയില്ല. തനിക്ക് തന്റെ ഓഫീസ് തന്നെ കാണാൻ എത്തുന്ന ജനങ്ങൾക്ക് സൗകര്യമുള്ള ഒരു മുറിയെങ്കിലും തനിക്ക് വേണം. എന്നാൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. തനിക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ, തനിക്ക് ഇരിക്കാൻ നല്ലൊരു മുറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നല്ലൊരു വീടുമൊക്കെ തന്നെ എനിക്ക് നൽകാൻ സാധിക്കുക? നല്ലൊരു ഭരണം എനിക്ക് എങ്ങനെ കാഴ്ചവെക്കാൻ സാധിക്കുക എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും മാർച്ച് 31 വരെ അവിടെ വാടകയ്ക്ക് തുടരാനാണ് നിയമമുള്ളത്. ശ്രീലേഖ ഒറ്റയ്ക്കായിരിക്കില്ല ഈ തീരുമാനമെടുത്തതെന്നും അതിനു പിന്നിൽ
രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും മര്യാദയില്ലാത്ത നടപടിയാണ് എന്നും പ്രശാന്ത് MLA പ്രതികരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം പിടിച്ച അധികാരത്തിലേറിയതിന് പിന്നാലെയാണ് ഈ ആവശ്യം. ഫോണിൽ വിളിച്ച ശ്രീലേഖ പ്രശാന്തിനോട് ഇക്കാര്യം ആവശ്യപ്പെടുകയായിരുന്നു. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിന് പ്രശാന്ത് ഒഴിയണമെന്നും ഫോണിലൂടെയാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. എന്നാൽ നിയമസഭാ കാലാവധി കഴിയും വരെ തുടരാൻ 10 മാസം മുമ്പ് തന്നെ കോർപ്പറേഷൻ കത്ത് നൽകിയതായി പ്രശാന്ത് മറുപടി നൽകിയിട്ടുണ്ട്. പ്രശാന്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ കൌൺസിലറുടെ ഓഫീസിന് ചില സൗകര്യക്കുറവുണ്ട്. അതുകൊണ്ട് MLAയുടെ ഓഫീസ് ഇവിടെ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാറണം എന്നുള്ളത് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടെ ഓഫീസ് പ്രവർത്തിക്കുകയാണ്. ഈ നഗരസഭയുടെ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഒരു ഭാഗം MLAയും ഒരു ഭാഗം കൌൺസിലറുമായിട്ട് നേരത്തെ BJPയുടെ കൌൺസിലർ ആയിരുന്നു ശ്രീ മധുസൂദനൻ നായർ. അദ്ദേഹവും 5 കൊല്ലം ആ ഓഫീസാണ് ഉപയോഗിച്ചത്. അതിന് മുമ്പിരുന്ന കൌൺസിലർമാരും അവിടെ തന്നെയാണ് ഉപയോഗിച്ചത്. ഞാൻ നേരത്തെ മേയറായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ വാർഡ് കേന്ദ്രങ്ങൾ അനുവദിക്കാൻ തീരുമാനിക്കുന്നത്. എല്ലാ കൌൺസിലർമാർക്കും 100 കൌൺസിലർമാർക്കും നഗരസഭയുടെ കെട്ടിടം ഉണ്ടെങ്കിൽ അവിടെ, ഇല്ലെങ്കിൽ വാടകയ്ക്ക് ഒരു കെട്ടിടം എടുത്ത് വാർഡ് കമ്മിറ്റി ഓഫീസുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവിടുന്നത് അന്നാണ്. അപ്പോൾ ഞങ്ങള് MLA ആയ സമയത്താണ് കോർപ്പറേഷൻ കൌൺസിലിന് അപേക്ഷ കൊടുത്തു. അവർ തീരുമാനിച്ചു, വാടക നിശ്ചയിച്ചു. ആ വാടക ഒടുക്കി ഞങ്ങളവിടെ പ്രവർത്തിച്ചു വരികയാണ്. അപ്പൊ അത് ഒഴിയാൻ പറയാൻ നിയമപരമായ കാര്യങ്ങളുണ്ട്. ഈ തീരുമാനിച്ച കൌൺസിൽ അത് റദ്ദാക്കി നഗരസഭാ സെക്രട്ടറി ഞങ്ങൾക്ക് നോട്ടീസ് നൽകുമ്പോഴാണ് എന്റെ നടപടിക്രമമാവുക. ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താ? കൌൺസിലർ വിളിച്ച് MLAയോട് ഒഴിയാൻ ആവശ്യപ്പെടുകയാണ്. ഇത് എവിടെ തന്നെയായവാ? അപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടുമ്പോൾ ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തി ആവശ്യപ്പെടുന്നത് പോലെ ഒരു നിലപാടായി പോയി എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഇതൊരു ശരിയായ രീതിയല്ല. ഇവിടെ MLAമാരും മറ്റു ജനപ്രതിനിധികളും പ്രതിപക്ഷ കക്ഷികളും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം പ്രവർത്തിക്കാൻ അധികാരവും അവകാശവുമുണ്ട്. അത് നിലനിൽക്കെ ഈ നിലയിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്നത് പോലെയുള്ള ബുൾഡോസർ രാജ് പോലുള്ള കാര്യങ്ങളുടെ വേറൊരു മാതൃക കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ രാവിലെ ഏഷ്യൻ ന്യൂസ് ശ്രീലേഖ സംസാരിച്ചിരുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോർപ്പറേഷന്റെ ഫയലിൽ മാത്രമാണ് അവിടെ ഈ കെട്ടിടത്തിൽ വാർഡ് കൌൺസിലർ ഓഫീസ് ഉള്ളത്. താഴത്തെ നില മുഴുവൻ തന്നെ പ്രശാന്ത് കൈയടക്കി വെച്ചിരിക്കുകയാണ്. വാർഡ് കൌൺസിലറുടെ ഓഫീസ് ഉണ്ടെങ്കിൽ അത് ആരും കാണിച്ചു തരട്ടെ എന്നാണ് അവർ പ്രതികരിച്ചത്. അല്ല, അവിടെ വാർഡ് കൌൺസിലറുടെ പേര് സ്ഥാപിച്ച ബോർഡ് അടക്കം ആ റൂമിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പരിമിതമായ സൗകര്യത്തിൽ ഇപ്പോൾ MLA ഓഫീസിലേക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ വരും, ഒരുപാട് സന്ദർശകർ വരും, മറ്റു കാര്യങ്ങൾക്ക് വരും. ഞങ്ങളാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ വൈകി വരെയും അവിടെ പ്രവർത്തിപ്പിക്കേണ്ടതായിട്ട് വരും. കൌൺസിലർക്ക് അത്രത്തോളം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ കുറച്ച് കൂടുതൽ സൗകര്യങ്ങൾ നമ്മൾ അവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വാർഡ് കൌൺസിലർക്ക് അതെന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം. ഞങ്ങൾ ഇതിലൊന്നും വാശി പിടിക്കുന്നവരല്ല. ഞങ്ങളെ സംബന്ധിച്ച് വാടക കരാർ തീരുന്നത് വരെ അവിടെ പ്രവർത്തിക്കാനുള്ള അധികാരം, അവകാശം ഞങ്ങൾക്കുണ്ട്. അതുവരെ ഞങ്ങൾ ഒഴിയില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഇവിടെ സംഭവിച്ചത് എന്താ? കൌൺസിലർ വിളിച്ച് MLAയോട് ആവശ്യപ്പെടുകയാണ്. എന്ത് കാരണമാണ് ഒഴിയാനായിട്ട് ഈ വാർഡ് കൌൺസിലറായ ശ്രീലേഖ പറയുന്നത്? അത് കൌൺസിലറുടെ ഓഫീസിന് സൗകര്യം കുറവാണ്. അതുകൊണ്ട് MLA ഒഴിയണം, അതും കൂടെ പ്രയോജനപ്പെടുത്തി വേണം ഓഫീസിനെ പ്രവർത്തിപ്പിക്കാൻ എന്ന നിലയ്ക്കാണ് ആവശ്യപ്പെടുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത് ഒരു ശരിയായ രീതിയല്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് ഇപ്പോ കോർപ്പറേഷന് മറ്റേതെങ്കിലും കെട്ടിടങ്ങൾ അവർക്കെടുക്കാം, അല്ലെങ്കിൽ നിയമപരമായ സെക്രട്ടറിയെ കൊണ്ട് ഞങ്ങൾക്ക് നോട്ടീസ് തന്ന് അവിടെ ഒഴിപ്പിക്കുന്നതിന് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഒരു കൌൺസിലർ വിളിച്ച് MLAയോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെടുകയാണ്. നിലവിൽ ഈ കൌൺസിലിന്റെ നടപടി, അതായത് ഇതിന്റെ കാലാവധി എത്ര വരെ ഉണ്ട് ഇപ്പൊ നിലവിൽ താങ്കൾക്ക് അവിടെ? മാർച്ച് മാസം 31 വരെ, ഈ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് വരെ നിലവിലെ കൌൺസിൽ തീരുമാനമുണ്ട്. അത് കഴിഞ്ഞ് കോർപ്പറേഷൻ എന്താണോ തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് നിയമപരമായി അത് നേരിടാം. അല്ല, അത് ശ്രീലേഖ IPS ഒറ്റയ്ക്ക് ഈ ഒരു ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കരുതുന്നില്ല. അത് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കണം ഇങ്ങനെ വിളിച്ചതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികൾ അത് പറയട്ടെ. ഇതിന് പിന്നെ രാഷ്ട്രീയ ലാക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ്, ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഓഫീസ്, ഇതുവരെയും നേരത്തെ ഇരുന്ന BJP കൌൺസിലർ അടക്കം ഒരു പ്രയാസവും പറയാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് MLAയോട് ഒഴിയാൻ ആവശ്യപ്പെടുകയാണ്. അത് ആ സ്ഥലത്തിന്റെ MLA ആയിരിക്കുന്ന ഒരാളോട് അങ്ങനെ പറയുന്നത് മര്യാദയാണോ എന്ന് ഈ വിളിച്ച ശ്രീലേഖ IPSഉം ബന്ധപ്പെട്ട കോർപ്പറേഷൻ അധികാരികളും ആലോചിക്കണം. ടൈമിംഗ് പ്രധാനമല്ല. കാരണം അവർ കൌൺസിലർ തിരഞ്ഞെടുക്കപ്പെട്ട് കുറച്ച് നാളുകളായി. പക്ഷെ അവർ ആവശ്യപ്പെടുന്നത് മേയർ സത്യപ്രതിജ്ഞ തൊട്ട് പിറ്റേന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ടൈമിംഗ് പ്രധാനം തന്നെയല്ല. ഒരു കോൺസ്പിറസി ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ? അല്ല, അത് ഞാനല്ല അത് മറുപടി പറയേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീലേഖ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു MLAയോട് വിളിച്ച് ഒഴിയണമെന്ന് ആവശ്യപ്പെടാൻ സാധ്യതയില്ല. അത് ബന്ധപ്പെട്ട ചില ആളുകളുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കും ഈ തീരുമാനം അവർ ഫോൺ മുഖാന്തരം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഞാൻ പറഞ്ഞത് ഒഴിയാൻ ഞങ്ങൾക്ക് നിയമപരമായ മാർച്ച് വരെ 31 വരെ കാലാവധിയുണ്ട്. ആ കാലാവധി വരെ ഒഴിയാൻ സാധിക്കില്ല. അതിനു മുമ്പ് ഒഴിപ്പിക്കണമെങ്കിൽ നിങ്ങൾ നടപടിയെടുത്തോ, ഞങ്ങൾ നിയമപരമായി നേരിടും എന്നുള്ളതാണ് പറഞ്ഞത്. മാത്രമല്ല പ്രശാന്ത്, മനസ്സിലാകുന്നത് ഈ മെയ് 10 നിയമസഭാ സമ്മേളനം അവസാനിക്കുകയാണ്. അതുവരെയും ഇത് നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രശാന്ത് ഓൾറെഡി ഒരു കത്ത് സെക്രട്ടറി കൊടുത്തിട്ടുണ്ട് അല്ലേ? നേരത്തെ തന്നെ അത് അവർ സബ്മിഷൻ കൊടുത്തിട്ടുള്ളതാണ്. അതായത് കരാർ കാലാവധി അവസാനിക്കുന്നത് മുതൽ വീണ്ടും MLA കാലാവധി ടെണർ കഴിയുന്നത് വരെ അനുവദിക്കണമെന്ന് കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ കത്ത് കൊടുത്തിട്ടുള്ളതാണ്. അതിന്മേൽ നഗരസഭ തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രയാസം ഇതുവരെയും ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അപ്പോൾ MLA ഓഫീസിലേക്ക് വരുന്ന ജനങ്ങളുടെ തിരക്കും മറ്റു കാര്യങ്ങളും നമുക്ക് ഊഹിക്കാമല്ലോ. കൗൺസിലർ, നേരത്തെ ഇരുന്ന കൗൺസിലറും രാവിലെ കുറച്ച് സമയമാണ് അദ്ദേഹം അവിടെ ചെലവഴിക്കുന്നത്. ബാക്കി സമയം അദ്ദേഹം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുക. സ്വാഭാവികമായിട്ടും ഞാനവിടെ മുഴുവൻ കൈയടക്കി എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയുക? അവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ശരിയായി കൊടുക്കാം. അതേ എനിക്ക് പറയാനുള്ളൂ.